ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് പവിത്രം സീസൺ 2 വിക്രത്തിൻ്റെയും വേദയുടെയും മകളുടെയും നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ സ്വന്തം മകളാണെന്നറിയാതെയാണ് വിക്രം മകളോട് നല്ല രീതിയിൽ അടുക്കുന്നത്. മോൾക്കും വിക്രമാണ് ഏറ്റവും നല്ല സുഹൃത്തായി മാറുകയാണ്. മോളുടെ ഏറ്റവും നല്ല സുഹൃത്തായി വിക്രം മാറുകയാണ്. അത് വേദയുടെ അച്ഛന് മനസ്സിലാവുന്നുണ്ട്. മോളുടെ ഏറ്റവും നല്ല സുഹൃത്ത് ആരാണെന്ന് ചോദിക്കുമ്പോൾ വിക്രമാണെന്നുള്ള കാര്യവും മോൾ പറയുന്നുണ്ട്. പക്ഷേ വിക്രത്തിൻ്റെ മകളാണ് മോളെന്നുള്ള കാര്യം വിക്രത്തിന് അറിയില്ലെന്നും വേദയുടെ അച്ഛന് മനസ്സിലാകുന്നുണ്ട്. അതിനുശേഷം 6 വർഷത്തിന് ശേഷം വിക്രം ജയിലിൽ നിന്ന് ഇറങ്ങുകയാണ്. അതിനുശേഷം വിക്രം വേദയാണ് അന്വേഷിക്കുന്നത്. വേദ ഗർഭിണിയാണെന്നുള്ള കാര്യമൊന്നും വിക്രത്തിന് അറിയുക പോലും ഇല്ലായിരുന്നു. പക്ഷേ അതിനുശേഷം വേദയെക്കുറിച്ച് വിക്രം എല്ലായിടത്തും അന്വേഷിക്കുന്നെങ്കിലും വേദ എവിടെയാണെന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ല. ജയിലിൽ കാണാൻ വരുന്ന എല്ലാവരും വിക്രത്തിൻ്റെ കാര്യം മാത്രമാണ് അന്വേഷിക്കുന്നത്. വേദയെക്കുറിച്ച് ആർക്കും ഒരു വിവരമില്ലായിരുന്നു. അതിനുശേഷം വേദ ആന്ധ്രാപ്രദേശിൽ കളക്ടറായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. അതിനുശേഷം ഒരു ട്രാൻസ്ഫർ സംബന്ധമായിട്ട് കേരളത്തിലോട്ട് തിരിച്ചു വരുന്നുണ്ട്. അതിനുശേഷം വേദ മകളും മോളും ആയയുമായിട്ട് ആ ഒരു ജീവിതമാണ് സന്തോഷമായിട്ട് ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വിക്രവും വേദയും തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു സാഹചര്യം വന്നെത്തുകയാണ്. പക്ഷേ പരസ്പരം അവർ കാണുന്നില്ല. വേദ ജോലി സംബന്ധമായിട്ട് ഇങ്ങനെ കാറിൽ യാത്ര ചെയ്യുകയാണ്. ആ സമയത്ത് വിക്രം പിന്നെയും പഴയ ഒരു ഗുണ്ട രീതിയിലൂടെ തന്നെ മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും തമ്മിൽ കാറിലിങ്ങനെ വേദയും വേദയുടെ ഡ്രൈവറും കൂടി കാറിൽ യാത്ര ചെയ്യുന്ന സമയത്താണ് അവിടെ വെച്ച് ഒരു അടിപിടി കാണുന്നത്. അത് കാണുന്ന വേദ ചോദിക്കുന്നുണ്ട്, എന്താ അവിടെ ബ്ലോക്കെന്ന് ചോദിക്കും. അത് 2 ഗുണ്ടാ നേതാക്കൾ തമ്മിൽ അടിയാണെന്ന് പറയും. ആരാന്ന് ചോദിക്കുമ്പോൾ അറിയത്തില്ല, ഇപ്പോഴത്തെ പുതിയൊരു ചെറുപ്പക്കാരനാണെന്നുള്ള കാര്യം ഡ്രൈവർ പറയുന്നുണ്ട്. പക്ഷേ ഗ്ലാസ്സിൽ കൂടി വേദ നോക്കുമ്പോൾ കാണുന്നത് വിക്രത്തെയാണ്. വേദ പെട്ടെന്ന് അങ്ങ് പാനിക്കാവാണ്. കാരണം ഇത്രയും നാൾ താൻ അന്വേഷിച്ച് നടന്ന വിക്രം ഒരു ഗുണ്ട ഇതിലോട്ട് കാണുന്ന വേദയ്ക്ക് നല്ല രീതിയിൽ മനസ്സ് നോവുകയാണ്. ഒരിക്കലും ഇനി പഴയ രീതിയിലോട്ട് വിക്രം പോത്തില്ലെന്ന് പറയുന്നുണ്ട്. പക്ഷേ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ പേരിൽ വിക്രം വീണ്ടും ഒരു ഗുണ്ടയായി മാറുകയാണ്. വേദ ഒരിക്കലും വിക്രത്തെ ആ ഒരു രീതിയിൽ കാണാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ വിക്രത്തിനെ കാണുന്നതും വേദയ്ക്ക് നല്ല സന്തോഷമാവുകയാണ്. പക്ഷേ കണ്ട സാഹചര്യം വേദയെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട്. പക്ഷേ വേദ വിക്രത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. അതിനുശേഷം വേദ വിക്രത്തിനെ കാണുന്നുണ്ട്. വിക്രം പക്ഷേ വേദയെ കാണുന്നില്ല. അതിനുശേഷം ഡ്രൈവറോട് പറയും, ശരി നമുക്ക് പോകാമെന്ന് പറയും. തിരിച്ച് ഓഫീസിൽ വന്നിരിക്കുന്ന വേദയുടെ മനസ്സ് നിറയെ വിക്രമാണ്. വിക്രത്തിനെ ഒരിക്കലും ഈ ഒരു സാഹചര്യത്തിൽ കാണണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. വിക്രത്തിനെ എന്തെങ്കിലും ഒരു നോക്ക് കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ അത് ഇങ്ങനൊരു സാഹചര്യമായി പോയല്ലോ. വിക്രത്തിനെ കണ്ടപ്പോൾ ഓടിച്ചെന്ന് സംസാരിക്കണമെന്നും മിണ്ടണമെന്നും നമുക്കൊരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടെന്ന കാര്യമൊക്കെ പറയാൻ ആഗ്രഹിച്ച വേദ പക്ഷേ ഒട്ടും പറയാൻ പറ്റുന്ന സാഹചര്യത്തിൽ വിക്രത്തിനെ കണ്ടതും വേദയ്ക്ക് കണ്ണീര് സഹിക്കാൻ പറ്റുമായിരുന്നില്ല. ഓഫീസിലിരുന്ന് വേദ അതിനെക്കുറിച്ചെല്ലാം തന്നെയാണ് ആലോചിക്കുന്നത്. പക്ഷേ ഒരിക്കലും ഞാൻ ഇവിടെ ഉള്ള കാര്യം വിക്രം അറിയരുത്. തനിക്കൊരു മകളുണ്ടെന്നുള്ള കാര്യം പോലും വിക്രം അറിയരുത്. ഈ ഒരു സാഹചര്യത്തിൽ വിക്രം ഒന്നും അറിയാതിരിക്കുന്നത് തന്നെ നല്ലതെന്ന് വേദ തീരുമാനിക്കുന്നുണ്ട്. അതിനുശേഷം വേദയെ കാണാനായിട്ട് ഒരു ആളങ്ങോട്ട് വരുന്നുണ്ട്. അയാളുടെ അടുത്ത് വേദ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇന്ന് നമ്മളവിടെ റോഡിൽ അടിപിടി കണ്ടല്ലോ, അപ്പോൾ അവിടെ 2 ഗുണ്ടാ നേതാക്കൾ തമ്മിലാണല്ലോ അടി ഉണ്ടാക്കിയത്. ആരാണ് അയാളെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസൊക്കെ ആരെക്കുറിച്ചാണ് മേഡം അറിയേണ്ടത്. അങ്ങനെ വിക്രത്തിനെക്കുറിച്ചാണ് വ്യക്തമായിട്ട് ചോദിക്കുന്നത്. പക്ഷേ വിക്രത്തിനെക്കുറിച്ചുള്ള പുതിയ ഡീറ്റെയിൽസ് ഒന്നും വേദയ്ക്ക് അറിയുമായിരുന്നില്ല. നിങ്ങൾ ഇയാളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് മൊത്തം അന്വേഷിച്ചിട്ട് എനിക്ക് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി തരണമെന്ന് പറയും. ശരി മേഡം എന്ന് പറയും. അങ്ങനെ വിക്രത്തിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അയാൾ വേദയ്ക്ക് കളക്ട് ചെയ്ത് കൊണ്ട് കൊടുക്കുകയാണ്. അതെല്ലാം കാണുന്ന വേദയ്ക്ക് വലിയ സങ്കടമാവുകയാണ്. കാരണം ശരിക്കും ഒരു രാഷ്ട്രീയ ഗുണ്ടയായി തന്നെ വിക്രം മാറിക്കഴിഞ്ഞിരിക്കുന്നു. രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഒരു ഗുണ്ടാ നേതാവെന്ന രീതിയിൽ അറിയപ്പെടാൻ തന്നെയാണോ വിക്രം ഇനിയും ശ്രമിക്കുന്നത്. ഇതെല്ലാം മാറി വിക്രത്തിനെ നല്ലൊരു രീതിയിൽ മാറ്റിയെടുക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നതാണ്. ആ സമയത്താണ് പിന്നുണ്ടായ സംഭവവികാസങ്ങൾ, അനിയൻകുട്ടൻ്റെ മരണവും ജയിലും ഇതെല്ലാം പിന്നെ ഇടയ്ക്ക് സംഭവിച്ചുകൊണ്ട് നല്ല രീതിയിലൊരു ജീവിതം വിക്രത്തിനെ മാറ്റിക്കൊണ്ടുവരാൻ വേദ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം തിരിച്ച് ഓഫീസിൽ നിന്ന് മടങ്ങിയെത്തുന്ന വേദ അതിനെക്കുറിച്ച് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആയ കൊണ്ട് ചെന്ന് ചായ എല്ലാം കൊണ്ട് വേദയ്ക്ക് കൊടുക്കും. അങ്ങനെ വേദ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് ചോദിക്കും, എന്താ മോളെ ഇന്ന് മോൾ വളരെ വിഷമിച്ചിരിക്കുകയാണല്ലോ എന്ന് ചോദിക്കും. ഇന്ന് എനിക്ക് ഒട്ടും ഞാൻ പ്രതീക്ഷിക്കാത്ത കുറച്ച് സംഭവങ്ങളുണ്ടായി ചേച്ചി എന്ന് പറയും. എന്താ മോളെ എന്ന് ചോദിക്കും. ഞാനിന്ന് വിക്രത്തിനെ കണ്ടെന്ന് പറയും. അപ്പോഴത്തേക്ക് വിക്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആയക്ക് എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു. ചോദിക്കും, എന്താ മോളെന്ന് ചോദിക്കും. അത് ഞാൻ വിക്രത്തിനെ കണ്ട സാഹചര്യം അങ്ങനെ ആയിരുന്നു എന്ന് പറയും. എന്ത് പറ്റി? വിക്രം ശരിക്കും ഒരു രാഷ്ട്രീയ ഗുണ്ടയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ചേച്ചി എന്ന് പറയും. പക്ഷേ വിജിക്ക് അതൊരു വിഷമമായിരുന്നു. കാരണം വിക്രവും വേദയും തമ്മിൽ ഒന്നിക്കണമെന്നായിരുന്നു വിജിയുടെ ആഗ്രഹം. എല്ലാ കാര്യങ്ങളും വേദ അവരോട് പറഞ്ഞിട്ടുമുണ്ട്. വേദയ്ക്ക് അവരുടെ സ്വന്തം ചേച്ചിയെ പോലെ തന്നെ ആയിരുന്നു. അങ്ങനെ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം വേദ വിശദീകരിച്ച് തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷേ മോളെ എങ്കിലും കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഇല്ല ചേച്ചി, ഒന്നും മോളെ കാണിക്കണമെന്നും ഞാൻ എല്ലാം
എനിക്ക് വിക്രമോട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇനി അത് വേണ്ടെന്ന് പറയും. വിക്രത്തിന് ഇനിയൊന്നും നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റിയ ഒരു സാഹചര്യമായിരുന്നില്ല. വിക്രം ശരിക്കും ആളാകെ മാറിക്കഴിഞ്ഞെന്ന് പറയും. ഞാൻ ഒട്ടും കാണാൻ ആഗ്രഹിച്ചൊരു സാഹചര്യത്തിലല്ല വിക്രത്തിനെ ഞാൻ കണ്ടത്. ഞാൻ കേരളത്തിൽ വന്ന സമയം തൊട്ട് ഞാൻ വിക്രത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എവിടെയെങ്കിലും വെച്ച് വിക്രത്തിനെ ഒരു നോക്ക് കാണണം, കാണുന്ന സമയത്ത് തന്നെ എല്ലാ സത്യങ്ങളും വിക്രത്തോട് പറയണമെന്ന്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ചേച്ചി ഞാൻ വിക്രത്തിനോട് എല്ലാം പറയുന്നതെന്ന് ചോദിക്കും. തനിക്ക് ഒരു മകളുണ്ടെന്നുള്ള കാര്യം പോലും ഞാൻ വിക്രത്തിൽ നിന്ന് മറച്ചു വെച്ചിരുന്നതാണെന്ന് പറയും. ഇനി അങ്ങനൊരു കാര്യം അറിഞ്ഞാൽ തന്നെ ആ ശ്രീകാന്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ അന്ന് ഒളിവിൽ താമസിക്കാൻ പോയത്. പ്രസവിച്ച കാര്യമോ മോൾക്ക് 5 വയസ്സായ കാര്യമൊന്നും വിക്രത്തിന് അറിയത്ത് പോലുമില്ല. പക്ഷേ ഇതെല്ലാം എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ വിക്രത്തിന് ഇനി വേണ്ട, എനിക്കിനി വിക്രത്തെ കാണുക പോലും വേണ്ടെന്ന് പറഞ്ഞ് വിജിയോട് സങ്കടപ്പെട്ട് കരയാണ്. സാരമില്ല മോളെ, മോള് മാറി നിന്ന ആ ഒരു 5 വർഷമായിരിക്കും വിക്രത്തിൻ്റെ ജീവിതത്തിലെ ഒരു നിർണായക നിമിഷമായി മാറിയത്. മോള് വിക്രത്തിനെ കാണണം, നേരിട്ട് കണ്ട് മോള് സംസാരിക്കണം. സംസാരിച്ചതിന് ശേഷം കാര്യങ്ങളെല്ലാം പറഞ്ഞ് വിക്രത്തെ ബോധ്യപ്പെടുത്തണം. ഈ ഒരു ചുറ്റുപാടിൽ നിന്ന് വിക്രത്തെ മാറ്റിയെടുക്കാൻ മോൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ. മോള് കാണാതെയും സംസാരിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ വിക്രം തീർത്തും ഒരു രാഷ്ട്രീയ ഗുണ്ടയായി മാറുമെന്നുള്ള കാര്യം വിജി വേദയോട് പറയുന്നുണ്ട്. ചേച്ചി അത് മോൾ സംസാരിക്കണം. മോൾ വിക്രത്തെ ഒറ്റയ്ക്ക് കാണാനുള്ള സാഹചര്യം ഒരുക്കണം. ഒരുക്കിയതിന് ശേഷം മോൾക്കൊരു മോൾ ജനിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഉൾപ്പെടെ വിക്രം അറിയണമെന്ന് പറയും. നിങ്ങൾ സന്തോഷകരമായിട്ടൊരു ജീവിതം ജീവിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമാണെന്നൊക്കെ പറയും. മോളും ഇതുവരെ മോളുടെ അച്ഛനെ കണ്ടിട്ടില്ല. മോൾക്ക് എന്ത് ആഗ്രഹം ഉണ്ടെന്നറിയോ? സ്കൂളിൽ അന്ന് പല പ്രശ്നങ്ങളും നടന്നത് മോളുടെ അച്ഛൻ സ്കൂളിൽ പേരൻറ്റ്സ് മീറ്റിങ്ങിന് വരത്തില്ല എന്നൊക്കെ പറഞ്ഞാണ് കുട്ടികൾ പോലും മോളെ കളിയാക്കുന്നത്. അതൊക്കെ മോൾക്ക് നല്ല വിഷമമുണ്ട്. അതുകൊണ്ട് മോളുടെ സങ്കടം മാറുകയും ചെയ്യും. അതുകൊണ്ട് മോൾ വിക്രത്തെ കണ്ട് സംസാരിക്കണമെന്നൊക്കെ വിജി പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പം വേദ പറയും, അതിൻ്റെ സാഹചര്യം ഉണ്ടാവട്ടെ ചേച്ചി, ഉണ്ടാകുന്ന സമയത്ത് ഞാൻ പറയാം. എന്തായാലും കുറച്ച് നാൾ ഞാൻ വിക്രത്തിൽ നിന്ന് അകന്ന് നിൽക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുക എന്ന് പറയും. ശരി മോൾ എന്തായാലും സ്വസ്ഥമായിട്ട് കിടന്ന് കുറച്ച് നേരം ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്ക് അവളുടെ മനസ്സൊന്ന് ശാന്തമാവുമെന്ന് പറയും. അങ്ങനെ വേദയെ മുറിയിലാക്കിയതിന് ശേഷം വിജി അങ്ങ് പോവുകയാണ്. അപ്പോൾ അവിടം വരെയാണ് നമ്മുടെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗവും കഥയുമായിട്ട് നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും കഥ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.